സത്യത്തിൽ എന്താണ് മോട്ടിവേഷൻ? നിങ്ങൾ മോട്ടിവേഷണൽ വീഡിയോസ് കാണുന്നു, മോട്ടിവേഷണൽ പ്രസംഗങ്ങൾ കേൾക്കാൻ പോകുന്നു, ഒരുപാട് മോട്ടിവേഷൻ ആ വീഡിയോ കൊണ്ട് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെയധികം പ്രചോദനം, ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വളരെ ഊർജ്ജം ലഭിക്കുന്നു, വളരെയധികം ധൈര്യം ലഭിക്കുന്നു, ഇന്നത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നു. കുറച്ചുകൂടി കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ദിവസം വരെ അല്ലെങ്കിൽ ഒരു ആഴ്ച വരെയൊക്കെ ചിലപ്പോൾ ആ ഒരു ഊർജ്ജം നിങ്ങളുടെ ഉള്ളിൽ നിൽക്കുന്നു. പിന്നെ അത് പോകുന്നു. നിങ്ങൾ വീണ്ടും അടുത്ത വീഡിയോ കാണും, അല്ലെങ്കിൽ അടുത്ത പ്രസംഗത്തിൽ പോയിട്ട് അടുത്ത എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ ഇങ്ങനെ മോട്ടിവേഷൻ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവർ പറയുന്നത് കേൾക്കുന്നു. വീണ്ടും നിങ്ങൾ അതിൽ കുറച്ച് നേരത്തേക്ക് മാത്രമാണ് നിങ്ങൾക്ക് അവിടെ നിന്നൊരു പ്രചോദനം കിട്ടുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് സ്ഥായിയായൊരു മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ശരിക്കും ഒരു മാറ്റം അവിടെ സംഭവിക്കുന്നില്ല. നിങ്ങൾ വെറുതെ നിങ്ങളുടെ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. ഒരിക്കലും ഒരാളും പ്രതിഭയായിട്ടൊന്നും ജീവിക്കുന്നില്ല. എല്ലാവരും ജനിക്കുന്നത് സാധാ മനുഷ്യരായിട്ട് തന്നെയാണ് ഭൂമിയിൽ ജനിച്ച് വീഴുന്നത്. പിന്നീടാണ് അവരുടെ ജീവിതം മാറുന്നത്. അതൊക്കെ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ മോട്ടിവേഷൻ വീഡിയോസ് കേട്ടുകൊണ്ടൊന്നും അല്ല ആരും അങ്ങനെയാവുന്നത്. നമ്മൾ മറ്റുള്ളവരുമായി നമ്മളെ സ്വയം താരതമ്യം ചെയ്യുന്നത് നിർത്തുക. നമ്മൾ നമ്മളുടെ കുറവുകളിലേക്കാണ് എപ്പോഴും നോക്കുന്നത്. മറ്റുള്ളവരുടെ കഴിവുകളിലേക്ക് മാത്രം നോക്കും. നമ്മളിലേക്ക് നോക്കുന്നത് നമ്മളുടെ കുറവുകളിലേക്ക് മാത്രമാണ്. മറ്റുള്ളവരോട് മത്സരിക്കാനും നമ്മൾ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നമ്മളുടേതായ കഴിവുകൾ നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതാണ്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് നമ്മളുടെ തോൽവിയായിട്ട് തോന്നുന്നത്. നമ്മൾ അമിതമായി ചിന്തിക്കുകയാണ് ചെയ്യുന്നത്. ചിന്തിച്ച് നമ്മൾ സമയം കളയുകയാണ്. സമയം വിലപ്പെട്ടതാണെന്ന് ഒരിക്കലും മനസ്സിലാക്കില്ല. ചിന്തിച്ചിട്ട് സമയം കളയുക അല്ലെങ്കിൽ സമയത്തെ വെറുതെ നശിപ്പിച്ച് കളയുകയാണ് ചെയ്യുന്നത്. സമയം ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ കിട്ടാത്തൊരു സാധനമാണ്. നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വലിയ വില കൊടുത്താലും കിട്ടും, പക്ഷെ സമയമൊന്നും ഒരാൾക്കും കിട്ടുന്നില്ല. എനിക്കറിയാം, ഞാൻ ഈ പറയുന്നതൊന്നും നിങ്ങൾക്ക് മോട്ടിവേഷനോ നിങ്ങൾക്കൊരു പരിവർത്തനമോ നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രചോദനമൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ എനിക്കറിയാം. എങ്കിലും നിങ്ങൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ആ ജീവിതത്തിലൊരു മാറ്റം വരാൻ കഴിയുള്ളൂ. അല്ലാണ്ട് ഒരു സ്വയം മോട്ടിവേഷൻ അല്ലെങ്കിൽ സെൽഫ് മോട്ടിവേഷൻ കിട്ടേണ്ടത് എവിടെ നിന്നാണ്? നിങ്ങളിൽ നിന്ന് തന്നെയാണ്. മറ്റുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ കുറേ കേൾക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് അതൊന്നും നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ കൊണ്ടുവരാൻ കഴിയുകയില്ല. കാരണം എന്താണ്? മാറ്റം വരേണ്ടത് നമ്മുടെ മനസ്സിനുള്ളിലാണ്. നമുക്ക് ലൈഫിൽ രാവിലെ എണീക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ലക്ഷ്യം അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് നമ്മൾ അടിയന്തരമായി ചെയ്യേണ്ടതുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായും ചെയ്തിരിക്കും. അപ്പം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നമ്മൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് എന്തെങ്കിലും ഒരു അത്യാഘാതം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചടപടാ നീച്ചു എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു, അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അവിടെ നമ്മൾ സ്വയം നമ്മളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളാണ് ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം നമ്മുടെ ഉള്ളിൽ വരുന്നതുകൊണ്ടാണ് നമ്മൾ ആ ഒരു അടിയന്തര സമയത്ത് അത് പ്രവർത്തിക്കുന്നത്. അതിന് പകരം നമ്മൾ രാവിലെ നമുക്ക് എന്നും അങ്ങനെ ഉണ്ടാവണം എന്നല്ല പറയണത്, പക്ഷെ നമ്മുടെ മനസ്സ് എപ്പോഴും അങ്ങനെ ഒരു അടിയന്തരമായൊരു അവസ്ഥയിലേക്ക് കൊണ്ടുവരിക. രാവിലെ നീക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് എന്താണോ ലൈഫിൽ ചെയ്യേണ്ടതെന്നുള്ളൊരു ബോധം അതൊരു അടിയന്തര അവസ്ഥയാക്കി മാറ്റിയിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുക. നമുക്ക് ലൈഫിൽ എന്തെങ്കിലും ഒന്ന് നേടണം എന്നുള്ളത് നമ്മളാണ് ചിന്തിക്കേണ്ടത്. നമ്മൾ സ്വയം മോട്ടിവേറ്റഡ് ആവണം. എങ്കിൽ മാത്രമാണ് അതിലേക്ക് വേണ്ടി നമ്മൾ സമയം ചെലവഴിക്കുകയുള്ളൂ. അതല്ലാതെ നമ്മൾ ചെയ്യുന്നതൊക്കെ നമ്മൾ സമയം പാഴാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിൽ നമ്മളൊരു സ്വയം അടിയന്തരാവസ്ഥ സൃഷ്ടിക്കുക. നമ്മളൊരു അപകടകരമായ അവസ്ഥയിലാണെന്ന് നമ്മൾ സ്വയം തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കും, അല്ലേ? നമ്മളെപ്പോഴും ഒരു കംഫർട്ട് സോണിൽ ജീവിക്കുന്ന ഒരാളാണ്. നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൽ നിന്ന് പോവില്ല. പക്ഷേ നമ്മളൊരു അപകടകരമായൊരു അവസ്ഥയിലാണ്, നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ പ്രവർത്തിക്കണം, നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ മാത്രമാണ് നമുക്ക് മാറ്റങ്ങൾ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ അവിടെയാണ് നമ്മളുടെ ശ്രമം ആരംഭിക്കുന്നത്. അതാണ് മോട്ടിവേഷൻ. അപ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു അപകടകരമായൊരു അവസ്ഥയാണ് നമ്മൾക്ക് സ്വയം എന്ന് നമ്മൾ ചിന്തിക്കുക. നമ്മളെപ്പോഴും ചിന്തിക്കേണ്ടത് നമുക്ക് ലൈഫിൽ നമ്മളെപ്പോഴും അപകടകരമായ അവസ്ഥയിലാണ്. അടുത്ത നിമിഷം എന്ത് ചെയ്യും, എന്ത് സംഭവിക്കും എന്നത് നമുക്ക് സ്വയം പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ നമ്മളെപ്പോഴും അപകടകരമായ അവസ്ഥയിലാണെന്നുള്ള ചിന്ത കൊണ്ട് ഇച്ചിരി സമയം നമുക്ക് ജീവിക്കാനുള്ളൂ എന്നൊരു ചിന്തയും മനസ്സിൽ വന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം നല്ല കാര്യങ്ങൾ ചെയ്യുക. നല്ലൊരു വ്യക്തിയാവാൻ വേണ്ടിയിട്ട് സ്വയം മോട്ടിവേറ്റഡ് ആവുക. അല്ലാതെ ഒരു വ്യക്തിക്കും ഒരാളെ മോട്ടിവേഷൻ കൊടുത്ത് നന്നാക്കാൻ കഴിയുകയില്ല. അവർക്കത് കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് പറയാൻ മാത്രമാണ് അവർക്ക് കഴിയുകയുള്ളൂ. മാറ്റം വരുത്തേണ്ടത് നിങ്ങൾ തന്നെയാണ്. ഓക്കെ.